ഹരിത എന്ന വ്യക്തി, ഹരിത എന്ന ലേബലിനെ കൂടുതൽ ആളുകളിലേക്ക് സിഗ്നേച്ചർ ആക്കിയത് നേരുന്ന സിനിമയായിരിക്കും അല്ലേ? ആ വക്കീലായിട്ട് എന്നെ വരവാണ്. വരവൊന്നും പറയരുത്. അല്ല ശരിക്കും സ്ലോ മോഷനിൽ വരുന്ന പോലെ ഓടി വരുന്നതായിട്ട് ഇൻട്രൊഡക്ഷൻ. നേരെന്ന സിനിമ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? അതോടൊപ്പം ആ സിനിമയിൽ ആ ഒരു ക്യാരക്ടർ കിട്ടിയത് ഭാഗ്യമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും അത് ഭാഗ്യമായിട്ടുള്ള ഫുൾ ഫീൽ എനിക്ക് വന്നത് നേരെ ഇറങ്ങിക്കഴിഞ്ഞിട്ടാ. എക്സ്പീരിയൻസ് അല്ലേ? ഞാൻ ആക്ച്വലി ടീമിനൊപ്പം വിനായക വഴിയാണ് എനിക്ക് നേരിലേക്കുള്ള ഒരു ഇത് വരുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ടീമിനൊപ്പമാണ് കാണുന്നത്. അപ്പോൾ ഫുൾ ക്രൂവിനൊപ്പമാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളുടെ അല്ല, ടെക്നീഷ്യന്മാരുടെ അസോസിയേറ്റ്സ് അങ്ങനെയുള്ള ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവർക്കൊപ്പം ഇരുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനേ പറഞ്ഞിരുന്നു, ലാലേട്ടൻ വരുമ്പോൾ ഓഫ് കോഴ്സ് കൈയടി വീഴും, എനിക്ക് കൈയടി വീഴില്ല, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ വേണം കൈയടി വീഴ്ത്താൻ എന്ന് പറഞ്ഞിട്ട് അവർ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കൈയടി ഉണ്ടായിരുന്നു. പക്ഷെ ലാലേട്ടന് വീഴുന്ന ഓരോ കൈയടിക്ക് സൈഡിൽ ഞാനും ഉണ്ട് അല്ലേ? ലാലേട്ടൻ്റെ കൈയടി നമ്മൾ നാച്ചുറലി വന്നു പോകുമല്ലോ. ഈ ലാലേട്ടനുമായിട്ടുള്ള കോമ്പിനേഷൻ അഭിനയിക്കുമ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലാലേട്ടനുമായിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ലാലേട്ടനെ കാണുന്നത് അതും ഭയങ്കര ഫിൽമിക്കാണ്. കാര്യമില്ല, ഭയങ്കര ഫിൽമിക്കാണത്. ഞാൻ ലാലേട്ടൻ്റെ വീട്ടിലാണ് ഫസ്റ്റ് എനിക്കുണ്ടായിരുന്ന ലാലേട്ടനൊപ്പമുള്ള ഷോട്ട്. ഫസ്റ്റ് ലാലേട്ടൻ്റെ വീട് കാണിക്കുന്നുണ്ടല്ലോ, അവിടെയാണ്. ഇപ്പം ജഗദീശാനുണ്ട്, ശാന്തി ചേച്ചി ഉണ്ട്, ലാലേട്ടനുണ്ട്. അപ്പം ലാലേട്ടൻ ക്യാരവാനിൽ വന്ന് ഇറങ്ങാം. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും ആണ് ആളിട്ടിരുന്നത്. അപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ലാലേട്ടൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പം ആൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കാണുന്നത് ബാക്ക് ഷോട്ടാണ്. എൻ്റെ ആ ചെരിഞ്ഞ തോളും ഇതാണ് കാണുന്നത്. പിന്നെ എൻ്റെ ഫേസ് ഞാൻ കാണുന്നില്ല. പിന്നെ ഇപ്പം ആൾക്കാരിങ്ങനെ ഇതായതുകൊണ്ട് നമുക്ക് ഹൈഡ് ചെയ്തിരിക്കുക. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ കാണുന്ന ആള് ക്യാരവാനുള്ളിലേക്ക് പോകുന്നു. പിന്നെ അത് എപ്പോഴും ഫേസ് കണ്ടില്ല. പിന്നെ ഫേസ് ഞാൻ കാണുന്നത് നേരെ ഷോട്ടിന് ചെല്ലുമ്പം എൻ്റെ ഫസ്റ്റ് ഷോട്ട് എടുത്തത് മറ്റേ ജഗദീശനും ലാലേട്ടനും ഒക്കെ ഞാൻ ഇങ്ങനെ കോഫി കൊണ്ട് കൊടുക്കുന്നതായിരുന്നു. അതാ എടുത്തത്. അപ്പോഴാണ് നേരെ വന്ന് കാണുന്നതും. അപ്പൊ ഇങ്ങനെ ഇതാണ് ഹരിത അശ്വതി എന്ന് പറഞ്ഞ ക്യാരക്ടർ പരിചയപ്പെട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പൊ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. കാരണം മേ ബി ആ ഒരു മനുഷ്യൻ നമ്മളങ്ങനെ ഭയങ്കര കൂളായിട്ട് കണ്ടതുകൊണ്ടായിരിക്കും. ഈവൻ 10-18 ദിവസം ഞാൻ അദ്ദേഹത്തിനൊപ്പം ആ ഒരു കോർട്ട് റൂമിൽ എൻ്റെ തൊട്ടടുത്താണല്ലോ ഇരിക്കുന്നത്. ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറേ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പോഴും ഇത്രയും വലിയ മനുഷ്യൻ ഇന്ത്യ ഒട്ടാകെ ലോകം ഒട്ടാകെ അറിയുന്ന ആളല്ല, അങ്ങനെയുള്ളൊരു സാധനങ്ങളൊന്നും എനിക്കപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ നേരിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചിങ്ങനെ ആലോചിക്കുമല്ലോ, അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവം ഇത്രയും വലിയ മനുഷ്യന് മുന്നിൽ നിന്നിട്ട് ഞാൻ എക്സ്പ്രഷൻ ഞാൻ ആരാ ഗുഡ് മോർണിംഗ് എന്ന് ഇവൻ ലാലേട്ടൻ എന്നോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് രാവിലെ വരുമ്പോ. ഉണ്ണിക്കണ്ണ മോന്റെ പ്രണവും പറഞ്ഞു, ഹരിതയോട് ലാലേട്ടനും ഗുഡ് മോർണിംഗ് പറഞ്ഞല്ലേ? അയ്യോ എല്ലാവരുതേ ഇപ്പൊ ഹരിതയ്ക്ക് കിട്ടിയ ഏറ്റവും ലക്കെന്ന് പറയുമ്പം ഇപ്പോഴും ലാലേട്ടനെ പറ്റി പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് ഒരു ഹരം തന്നെ. ആ ലാലേട്ടനോടൊപ്പം അഭിനയിക്കുവാനും ആ ലാലേട്ടനോടൊപ്പം ഒരുമിച്ച് ചെലവഴിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യം ലൈഫിൽ അല്ലേ? അതാ പറഞ്ഞ ആ ഒരു സ്ഥിരം എല്ലാ ദിവസവും രാവിലെ പോകുന്നുണ്ട്. എന്റെ മൈൻഡിൽ അങ്ങനെ ഒരു സംഭവം ആയിരുന്നില്ല. ഈ ലാലേട്ടനുമായിട്ട് ഷോട്ട് എടുക്കുന്ന സമയത്ത് തെറ്റിപ്പോവുകയോ അല്ലെങ്കിൽ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ, ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അങ്ങനെ വല്ലോ? ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ബട്ട് ലാലേട്ടനായിട്ടിരുന്നപ്പോൾ എനിക്കൊരു മൊമെന്റ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ടാവും എപ്പോഴും എഴുതാൻ. അപ്പം എൻ്റെ ക്യാരക്ടർ അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ആ ഇതില് ഈ കോടതിയുടെ ടേംസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതാണ് എൻ്റെ ക്വസ്റ്റ്യൻസ് പോലും അങ്ങനെയാ. അപ്പൊ അയാളെ പറഞ്ഞ എന്താണ് ചേച്ചി എന്ന് ഞാൻ ശാന്തി ചേച്ചിയോട് ചോദിക്കുമ്പോൾ ശാന്തി ചേച്ചി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് ഓഡിയൻസിന് അത് കൺവേ ആവാൻ വേണ്ടിയിട്ട്. ഓഡിയൻസ് ചോദിക്കേണ്ട ചോദ്യമാണ് സത്യത്തിൽ ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെത്. അപ്പോൾ ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇപ്പം ഞാനിങ്ങനെ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഒന്നാമത് ഇത്രയും വലിയ ആളാണ് പാട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മറ്റേ സീരിയലിൻ്റെ ഷൂട്ടിനും പോകുന്നുണ്ട്. അപ്പം അതും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്, ഈ രണ്ട് ക്യാരക്ടേഴ്സും തമ്മിൽ. അപ്പോൾ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും അവിടെ ജഡ്ജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ലാലേട്ടൻ ഇത് കണ്ടു. ലാലേട്ടന്റെ മനസ്സിൽ ഇത് എന്തോ നോക്കുമ്പോൾ ഷോട്ടിലൊക്കെ ഇരുന്ന് ഭയങ്കര. അപ്പൊ എന്നോട് ലാസ്റ്റ് ചോദിച്ചു, അപ്പൊ പുള്ളി ഇങ്ങനെ ഇരുന്ന് എഴുതും എടുക്കും.
അദ്ദേഹം ഇരുന്നിട്ട് ഇങ്ങനെ പഴയകാല പാട്ടുകളൊക്കെ എഴുതിയിട്ട് അതിനിടയ്ക്ക് ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇങ്ങനെ പാട്ട് പാടി കേൾപ്പിച്ചു. ഈ പാട്ടാണ് ഞാൻ നാളെ പാടാൻ പോണത്, ഇത് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ലാത്ത പാട്ടായിരുന്നു, പക്ഷെ ടൂൺ കേൾക്കുമ്പോൾ നമുക്ക് പഴയ ഏതോ പാട്ടാണെന്ന് അറിയാം, അത് മനസ്സിലായി. അപ്പൊ അന്ന് മധുസാറിന്റെ ഏതോ ഒരു ഷോ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേ മറ്റേ ധോണി അദ്ദേഹത്തിനൊപ്പം ഉള്ള ഒരു ആഡ് ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകും, ഞാൻ നാളെ ഉണ്ടാവില്ല, എനിക്ക് ഷൂട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ചോദിക്കായിരുന്നു. ഈ ഡയറിയിൽ എഴുതുന്ന ഇദ്ദേഹം ശ്രദ്ധിച്ചതുകൊണ്ട് എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു എന്താ എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ പറയുന്ന കാര്യങ്ങൾ അതേപടി എഴുതി വെക്കും. അപ്പം ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ നോക്കും, ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതി വെക്കും. വെച്ചപ്പോൾ അതിലെ വില്ലൻ ഇന്നത് സംസാരിച്ചു, ഹി ടോൾഡ് ലൈക്ക് ദിസ് ആൻഡ് ദ വിക്ടിം ടോൾഡ് ലൈക്ക് ദിസ്, അങ്ങനെ പറഞ്ഞിട്ട് നമ്പർ വൈസ് എഴുതി വെക്കും. അപ്പം ഇതൊരു ഒറിജിനൽ ഡയറി പോലെയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചുമ്മാ എഴുതി വെക്കുന്ന എന്ന് പറഞ്ഞപ്പോൾ ആൾ ചോദിച്ചു ഇതാണോ ഹാൻഡ് റൈറ്റിംഗ് എന്ന്. അപ്പോൾ കാളും കൂടും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ടീച്ചർ ഉള്ള വില മുഴുവനും പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ സ്പീഡിൽ എഴുതിയോണ്ടാ, അല്ലെങ്കിൽ ശരിക്കുള്ള എൻ്റെ അടിപൊളിയാന്ന് പറഞ്ഞു. ആണോ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണ്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ അല്ലല്ലോ, ഞാൻ ഏതൊക്കെയോ സിനിമകളിൽ ലാലേട്ടൻ്റെ ഹാൻഡ് റൈറ്റിംഗ് പിന്നെ നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒളിമ്പ്യൻ അന്തോണിയാത്തിലും മറ്റോ ഇങ്ങനെ തിരിച്ച് ഒരു മിററിൽ എഴുതുന്നുണ്ടല്ലോ. അപ്പം പറഞ്ഞു അതെ, പക്ഷെ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമാണെന്ന്. അപ്പോൾ ആള് പറഞ്ഞു എനിക്ക് പേനയും ഇതൊന്നും തരുമോ, ഞാനൊന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അത് യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് അല്ല, അതിന് മുമ്പ് എന്നോട് പറഞ്ഞു എന്നാ ഒന്ന് വൃത്തിക്ക് എഴുതി കാണിക്കാൻ പറഞ്ഞു. വൃത്തിക്ക് ഹാൻഡ് റൈറ്റിംഗ് ഒന്ന് എഴുതി കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഭയങ്കരമായിട്ട് പിടിച്ച് ലാലേട്ടൻ എന്ന് എഴുതി. അപ്പോൾ ആള് പറഞ്ഞു ഒന്ന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, പിന്നെ എൻ്റേത് പക്ഷെ മോശമാണ്, ഞാൻ കാണിക്കാം, പേനയും പേപ്പറും തരുമോ എന്ന് ചോദിച്ചു. കൊടുത്തു. ആള് യുവേഴ്സ് ലവിംഗ്ലി മോഹൻലാൽ എന്ന് എഴുതി ഇതിങ്ങനെ വന്നിട്ട് ഞാൻ പറഞ്ഞു ലിറ്ററലി ഇവിടെ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്കൊരു ഓട്ടോഗ്രാഫാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു. ഓ ആണോ? ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഞാനിപ്പോൾ ഈ ഡയറി അവരോട് ചോദിച്ചോട്ടെ, ഞാൻ ഇത് എടുത്തോട്ടെ. ഓ പിന്നെന്താ ഞാൻ പറയണോ അവരോട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ ചോദിച്ചോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനിത് എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് ലാലേട്ടൻ. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛന് കൊടുക്കാം. അച്ഛൻ എൻ്റെ ഫാനാന്നല്ലേ പറഞ്ഞു, അച്ഛന് കൊടുത്തോളൂ. ആക്ച്വലി അതിപ്പോഴും ആ ഡയറി ഞാൻ അവരോട് ചോദിച്ച് മേടിച്ച് ഞാൻ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അതടിപൊളി. അപ്പം അത് വലിയൊരു മൊമെന്റ് ആയിരുന്നു. ആ ഡയറിയുടെ ഫോട്ടോ വല്ലതും കിടപ്പുണ്ടോ എഴുതിയത്? അത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. എന്നാ ഒന്ന് കാണിച്ചേ. ഇതാണ് ആ സൈനും ആ ഫോട്ടോയും അല്ലേ? സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഫുൾ ഇത് കിട്ടും. അപ്പൊ ഇന്നും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നല്ലേ? അപ്പൊ നേര് സിനിമയുടെ എഡിറ്ററാണ് ഹരിതയുടെ ഹസ്ബൻഡ് വിനായക്. വിനായകാണോ ഈ നേര് സിനിമയിലേക്ക് എത്തിച്ചത്? അതെ അതെ, വിനായകാണ്. ദൃശ്യത്തില് ദൃശ്യം 2 തൊട്ട് പിന്നെ നേര് ഇപ്പൊ നുണക്കുഴി, 12th മാൻ, കൂമൻ. അപ്പൊ കറക്റ്റ് സമയത്താണ് ലൈഫിലോട്ട് വന്നത് അല്ലേ? അയ്യോ അല്ല, ഞങ്ങൾ കുഞ്ഞിലോട്ട് ഫ്രണ്ട്സ് അല്ലേ. ഈ പ്രേക്ഷകർക്ക് ഹരിതയുടെ ഇന്റർവ്യൂ ഇന്ന് എടുക്കുന്നെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഹരിതയുടെ പ്രണയ വിവാഹമായിരുന്നു അതോ അറേഞ്ച് മാരേജ് ആയിരുന്നു? ഹരിത പറയുന്നത് അറേഞ്ച് മാരേജ്, ഹസ്ബൻഡ് പറയുന്നത് പ്രണയ വിവാഹം. എന്താണ് സത്യാവസ്ഥ? ഞങ്ങൾ എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ പറയാൻ പോകാം. റെഡി? അല്ല, അത് ഞങ്ങൾ രണ്ടും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കുഞ്ഞുനാളില്. അപ്പോൾ വീട്ടിൽ നിന്ന് കല്യാണം ആലോചിക്കുന്ന ഒരു സമയം വന്നപ്പോൾ വീട്ടുകാർ തമ്മിൽ ഇങ്ങനെ എൻ്റെ വീട്ടുകാരല്ല, അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്ന് ആളോട് പറഞ്ഞു. അപ്പൊ ആൾ ആദ്യം തന്നെ അവളോ ഓ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് ഇവനത് പറഞ്ഞപ്പോ ഞാനും പറഞ്ഞു അയ്യോ നീയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും സംസാരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ താല്പര്യം ഉണ്ട് എന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ ആളുടെ മനസ്സ് കുറച്ച് മാറാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഇതിനിടയ്ക്ക് അവൻ ഫാമിലിയിൽ പറഞ്ഞ ഞങ്ങളൊന്ന് ഓക്കെ വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഞാൻ റിജക്ട് ചെയ്തു. അത് എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഗിഫ്റ്റ് തന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ഞങ്ങൾ 15 വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. സോ ഗിഫ്റ്റ് ഫുള്ള് തന്നിട്ട് 16ാമതായിട്ട് ഇതിനൊരു ഇത് പറഞ്ഞു, ലൈക്ക് ഇതുപോലെ നമുക്ക് ആലോചിച്ചാലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ റിജക്ട് ചെയ്തത്, വേണ്ടെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതിനെ പറ്റിയുള്ള സംസാരം വീട്ടിലിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഫൈനലി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓക്കെ ഒരു 1 മന്ത് നമുക്ക് റിലേഷൻഷിപ്പിൽ ഇരുന്ന് നോക്കാന്നുള്ളൊരു, പക്ഷെ 1 മന്ത് ആക്ച്വലി പാളിപ്പോയി, ഫ്ലോപ്പ് ആയിരുന്നു. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ആശാൻ ഇതിനിടയ്ക്ക് വീട്ടിൽ പോയി പറഞ്ഞിരുന്നു. അപ്പൊ വീട്ടിൽ പോയി പറഞ്ഞപ്പോ വീട്ടുകാർ വന്ന് ആലോചിച്ചു. അപ്പൊ അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി സംഭവങ്ങള്.
അപ്പം അത് കഴിഞ്ഞ് പിന്നെ അപ്പം ഞാൻ വേണ്ട, പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചൊന്നായപ്പോഴത്തേക്കും ഇവർ ഇതെന്താണ് ഇവർ വേണ്ടാന്ന് പറഞ്ഞു വേണമെന്ന് പറഞ്ഞു കളിക്കണോ, ഇതിനൊരു കാരണം അറിയണമല്ലോ. അവർക്കറിയില്ലല്ലോ 1 മന്തിലേക്കാണെന്ന്. ഇവൻ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ചെയ്താന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് പിന്നെ വീണ്ടും ഇതിന്റെ ടോക്കൊക്കെ വന്നിട്ട് ലാസ്റ്റ് ഫൈനലി ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് അറേഞ്ച് മാരേജും അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അത് ലവ് മാരേജും സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ പറന്ന് നടക്കുന്ന വ്യക്തികളാണ്, പെട്ടെന്നൊരു കല്യാണം കഴിയുമ്പോൾ ഒരു വിവാഹ ജീവിതം കഴിയുമ്പം കൂട്ടിലിട്ട കിളിയായിട്ട് മാറും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, എന്നെ അങ്ങനെ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നേരത്തോട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അപ്പോൾ എത്ര വർഷത്തെ സ്നേഹബന്ധമായിരുന്നു, ഫ്രണ്ട്ഷിപ്പ്? സ്നേഹബന്ധം എന്ന് പറയാൻ ഒത്തിരി ദിവസം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് ഞങ്ങളേക്ക് തോന്നുന്നു ഒരു 15 വർഷം. 15 വർഷം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. പണ്ട് കുഞ്ഞിന് സ്കൂളിൽ പോലെ അറിയാമല്ലോ, അത്ര. ഈ കൂട്ടുകാരൊക്കെ കല്യാണം അറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? നീയൊക്കെ പറ്റിക്കുമായിരുന്നോ ഞങ്ങളെ, അങ്ങനെ വല്ലതും പറഞ്ഞോ? ഇല്ല, കുറെ പേര് ഞങ്ങൾ ആക്ച്വലി അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനാണ് എനിക്കിപ്പം ഒരാൾ എനിക്ക് അത്രയും പേഴ്സണലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അയാൾ തിരിച്ച്, അത് എൻ്റെ വലിയൊരു ബാഡ് ക്വാളിറ്റിയും കൂടിയാണ്. ലൈക്ക് അവൻ എന്നോട് വലിയ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഞാനായിരുന്നു പിന്നാലെ നടന്നത്. ബിക്കോസ് ഐ തോട്ട് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം ഞാനത് ഫിക്സ് ചെയ്യും. സോ അപ്പോൾ പുള്ളി ഇപ്പം തിരിച്ച് ഞാനിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ അവനോട് എനിക്ക് ബോറടിക്കുന്നു ബട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഫ്രണ്ടാണ്. ഇപ്പം അമ്മയെ മാറ്റാൻ പറ്റില്ലല്ലോ, അച്ഛനെ മാറ്റാൻ പറ്റില്ല. അതുപോലെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഫിക്സ് ചെയ്തു. അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ ഇങ്ങനെ എഫേർട്ട് എടുത്ത് വിളിക്കുക, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫുൾ കണ്ടിന്യൂ ചെയ്യുക, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളോളം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് പോയതുകൊണ്ട് വർഷം അങ്ങനെ പറയാൻ അറിയില്ല.